യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും 30,000 സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായിട്ടും ഒരു ചാനൽ മോണിറ്റൈസ്ഡ് ആകാതിരിക്കുന്നത്. അത് വേറെ ആരുടെയും ചാനലല്ല, നമ്മുടെ ചാനലാണ്. അപ്പം എൻ്റെ ചാനലിലോട്ട്, നമ്മുടെ ചാനലിലോട്ട്, വർഷാവിയയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. സങ്കടമുണ്ട് മോണിറ്റൈസ്ഡ് ആകാത്തതിൽ. അപ്പം ഈ വീഡിയോയിലൂടെ മോണിറ്റൈസ്ഡ് ആകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്ളോഗ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ നാട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ബാക്കിൽ കാണുന്നതാണ് എൻ്റെ നാട്, നമ്മുടെ തൊടുപുഴ. തൊടുപുഴയുടെ ഭംഗി അറിയണമെങ്കിൽ തൊടുപുഴയിലോട്ട് തന്നെ വരണം, അല്ലാതെ തൊടുപുഴ അങ്ങോട്ട് വരില്ല. ചളിയിൽ നിന്ന് തന്നെ അല്ലാട്ടോ തുടങ്ങണേ. ഞാൻ പറഞ്ഞു വരുന്നത് ഇതായിരുന്നു, തൊടുപുഴയുടെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ഗ്രാമങ്ങളിലോട്ട് വരണം. അപ്പോൾ കുടയത്തൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള സിനിമാക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. പ്രകൃതി പോലും നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം നല്ല മഴയാണ്. പക്ഷേ ഈ മഴയെ പോലും അവഗണിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള പുഴ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പുഴയിലേക്ക് എടുത്ത് ചാടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സ്വിമ്മിങ് സ്യൂട്ട് അല്ല എന്നുള്ളതല്ല കാരണം, എനിക്ക് നീന്താൻ അറിയില്ല എന്നുള്ളതാണ് കാരണം. എന്നാണെങ്കിലും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം, വായോ. ആദ്യമേ നിങ്ങളെ കാണിക്കുന്നത് ഈ പാലാണ് കേട്ടോ. ഈ പാലത്തിന് എന്താ ഇത്ര പ്രത്യേകത എന്നല്ലേ, സിഗ്നലിൽ പ്രവർത്തിക്കുന്ന പാലാണ്. ഇതുപോലത്തെ വേറെ പാലവും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ എന്ന്. എല്ലായിടത്തും ഉള്ളതാണെങ്കിലും ഇങ്ങനെ നാട്ടിൻപുറത്ത് ഇങ്ങനെ ഒരു പാലം ആദ്യമായിട്ടായിരിക്കില്ലേ നിങ്ങൾ കാണുന്നത്. നോക്കിക്കേ, ആ ജീപ്പ് അങ്ങനെ പാലം കയറി വന്ന് കാണാനായിട്ട് എന്നെ രസമാണല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇടുക്കിക്കാരുടെ ഒരു ഔദ്യോഗിക വാഹനം എന്ന് പറയാം നമ്മുടെ ജീപ്പ് ഇങ്ങനെ പാലവും കയറി മലയും കയറിയൊക്കെ വരുന്ന കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇത് മലങ്കര ജലാശയത്തിന് കുറുകെയുള്ള പാലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശ്യാമസുന്ദര കേരകേദാര ഭൂമി എന്ന് പറയുന്ന ആ ഭൂമിയില്ലേ, ആ ഭൂമിയാണ് ഈ ഭൂമി. അപ്പം ഞാനിങ്ങനെ എന്തിനാണ് ഈ തേരാപ്പാര നടക്കണേന്നല്ലേ, കുറച്ച് റീലെടുക്കാനുണ്ടായിരുന്നു, അതായിരുന്നു. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ദോ മലയുടെ പൊക്കത്ത് താമസിക്കുന്ന പെണ്ണമ്മ എന്ന് പറയുന്ന ഒരു അമ്മേനെ കണ്ടു കേട്ടോ. കുറേ വർത്താനമൊക്കെ നമ്മൾ പറയുമായിരുന്നേ. എന്താന്നറിയില്ല, എല്ലാവർക്കും എന്നെ മതി. അമ്മൂമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെ അങ്ങ് തട്ടിക്കൊണ്ട് പോയാൽ ഇവന് ഈ വ്ളോഗ് ഇടാൻ ഞാനിവിടെ ഉണ്ടാവില്ലായിരുന്നു ഗൈസ്. ഇത് വേറൊരു പാലാണ്, കോളപ്ര പാലം. ആ പാലം പോലെ തന്നെ ഇരിക്കണല്ലേ, ഒരമ്മ പെറ്റ അളിയന്മാരെ പോലെ. പക്ഷെ അവനല്ല ഇവൻ, ഇത് വേറെ പാലം കേട്ടോ. പക്ഷെ ഇതും ഇങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ. അതേ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഷാപ്പ്, കോളപ്ര ഷാപ്പ്, തറവാട് ഷാപ്പ്. അടിപൊളി ഫുഡെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, ഫാമിലി ആയിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്ന ഈ പാലം വയനക്കാവ് പാലം. ഇത് കൊടയത്തൂരുകാരുടെ തൊടുപുഴക്കാരുടെയൊക്കെ ഒരു മെഗാ സ്റ്റാറാണ്. കാരണം ഇഷ്ടം പോലെ സിനിമയിൽ, മലയാളം മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്ക്, പിന്നെ കുറേ സീരിയലിലുണ്ട് ഒക്കെ ഉള്ളൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളൊരു പാലാണ് കേട്ടോ ഈ പാലം. ഇത് മലങ്കര ജലാശയത്തിന് കുറുകെയാണുള്ളത്. 2 മലകൾ ഇവിടെ നിന്നാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേ കാണുന്ന മല വെള്ളച്ചാട്ടമുള്ള മലയാണ് കേട്ടോ. ഇലവിഴ പൂഞ്ചിറയുടെ താഴ്ഭാഗമാണ്, അടൂർ മലയാണ് അത് കേട്ടോ. ഇതിൻ്റെ ഇപ്പുറത്ത് വേറൊരു മലയും കൂടി ഉണ്ട്. അതിൻ്റെ പേര് എൻ്റെ വായിൽ മരുത്തോമല എന്നൊക്കെ വരുന്നു. മുതിയാൻ മല, അതേ കാണുന്നതാണ് കേട്ടോ മുതിയാൻ മല. ഇവിടെയൊക്കെ നിൽക്കാൻ ഭയങ്കര രസമാണേ. ഇതൊക്കെ ഓടെ നോക്കിക്കേ, കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ അവിടെ. ഇതാ ഞാൻ പറഞ്ഞ ഇലവിഴ പൂഞ്ചിരയുടെ താഴ്ഭാഗം അടൂർ മല എന്ന് പറയണത്. അപ്പം ഇപ്പുറ സൈഡിലെ മല കാണാനും നല്ല ഭംഗിയാണ്, മുതിയാൻ മല. അപ്പം ഈ ഒരു പാലം എന്ന് പറയുന്നത് 2 പഞ്ചായത്തുകളാണ്, 2 പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്നതാണ്. പഞ്ചായത്താണെന്നല്ല, ഒരെണ്ണം കൊടയത്തൂർ പഞ്ചായത്ത്, ഇപ്പുറ സൈഡിലെ ആലക്കോട് പഞ്ചായത്ത്. എന്നാ രസമല്ലേ കാണാനായിട്ട്. സിനിമയ്ക്ക് പറ്റിയ അടിപൊളി ലൊക്കേഷനാണ് തൊടുപുഴ എന്ന് എല്ലാവരും പറയണ കേട്ടിട്ടില്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തൊടുപുഴ എന്ന് പറയുമ്പോൾ അവർ പറയുന്ന സ്ഥലത്തേക്ക് കറക്റ്റായിട്ട് നമ്മൾ എത്തണമെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് സഞ്ചരിക്കണം. അങ്ങനെ ഒരു ഗ്രാമമാണ്, കുറച്ചും കൂടെ ഉള്ളിലോട്ട് വരണം. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററോളം നമ്മൾ വരുമ്പോഴാണ് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുക. പിന്നെ പറയുമ്പം ഒത്തിരി സിനിമകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന സിനിമ ആര്യയാണ് കേട്ടോ. ആര്യയുടെ ഒരു പാട്ടിൽ ഇത് കാണിക്കുന്നുണ്ട്, ഈ പാലത്തിൻ്റെ കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട്. അന്ന് ഈ പാലത്തിൻ്റെ പണി ഇങ്ങനെ പൂർത്തീകരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ആ പാട്ടിൻ്റെ സീൻ കാണിച്ചു തരാം. ഇതിൻ്റെ നടുക്ക് പാലമില്ലായിരുന്നു നേരത്തെ. അതായത് ഒരു സൈഡിൽ നിന്ന് പണി പൂർത്തീകരിച്ചു, അപ്പുറ സൈഡിൽ നിന്നും പണി ചെയ്തു, നടുക്കത്തെ പണി പൂർത്തീകരിക്കാതെ കിടക്കുമായിരുന്നു. പാലം തകർന്ന് കിടക്കണ പോലെയായിരുന്നു. അതുകൊണ്ട് ഒത്തിരി സിനിമയിൽ ഇത് കാണിക്കുന്നുണ്ട്. ഒരിടത്തൊരു പോസ്റ്റ്മാനിൽ, ഓം ശാന്തി ഓശാനയിൽ, പിന്നെ ഇഷ്ടംപോലെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നേ. സ്വപ്ന സഞ്ചാരി, അങ്ങനെ കുറേ സിനിമകളുണ്ട് കേട്ടോ.
പാപ്പി അപ്പച്ച ആ സിനിമയുടെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു നടന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പാലം മാത്രമല്ല ഈ കുടയത്തൂർ ഗ്രാമം എന്ന് പറയുന്നതും മെഗാ സ്റ്റാർ ആണ് സിനിമയിൽ ഒരുപാട് സിനിമകളുള്ളത് കൊണ്ട്. ഈ പാലക്കാടുകാർക്ക് കൊല്ലങ്കോട് ഗ്രാമം എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് തൊടുപുഴക്കാർക്ക് കുടയത്തൂർ ഗ്രാമം എന്ന് പറയുന്നത് ആത്മാവാണ്, ആത്മാവ്. അപ്പോൾ ഈ വൈനക്കാവ് ഈ പാലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വൈനക്കാവ് ദേവി ക്ഷേത്രം ഉള്ളത് കേട്ടോ. ഇവിടെയും കുറേ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് വിശ്വാസികൾ വരുന്ന ഒരു അമ്പലം കൂടിയാണ് ഈ വൈനക്കാവ് ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം വൈനക്കാവ് എൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പാലവും ഈ ക്ഷേത്രമൊക്കെ തന്നെയാണ് കേട്ടോ. അയ്യോ മഴ കനക്കുവാണ് ഗൈസ്, മഴ ഭയങ്കരം, കാരണം കർക്കിടക മാസം കൂടി ആയതുകൊണ്ടാണ് ഇത്രയും മഴ പെയ്യണത്. അപ്പം മഴ പെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. എന്നാലും നമുക്ക് ഫോണും കൊണ്ട് പിന്നെ മഴയത്തിരുന്ന് പിന്നെ എടുക്കുമ്പം ഫോൺ നനയില്ലേ. അപ്പം നമ്മൾ വേറൊരു സ്ഥലം കൂടെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. ഈ വിസ്മയത്തുമ്പത്തിൻ്റെയൊക്കെ സിനിമയൊക്കെ ഷൂട്ടിംഗ്, ആ പാട്ടിൻ്റെയൊക്കെ ഷൂട്ടിംഗ് നടന്നൊരു സ്ഥലവും കൂടിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം. മറ്റേ അയ്യോ പാട്ട് ഏതാ ഞാൻ മറന്നുപോയി, മറ്റേ മുകേഷും ഹരിശ്രീ അശോകനും മോഹൻലാലും കൂടെ ഒരു പാട്ട് പാടുമല്ലോ, മറ്റേ അയ്യോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ആ സ്ഥലമാണ് ഈ സ്ഥലം. ഇതും തൊടുപുഴയുടെ ഉൾഗ്രാമങ്ങളാണ്. ആനക്കയം ആ പോകുന്ന ഭാഗത്താണ് ഇതുള്ളത്. ഇവിടെ മലനിരകളൊക്കെ കണതേ നോക്കി മുകളിലൊരു വീട് കണ്ടോ, നല്ല ഭംഗിയല്ലേ. അവിടെ പൈനാപ്പിൾ കൃഷിയുണ്ട് കേട്ടോ, പിന്നെ റംബൂട്ടാനും. ഇതെല്ലാം ഇതിനപ്പുറവും ചാടിക്കിടന്നവരാണ്. അങ്ങനെ ഞാൻ പറയുന്നതും ചളി കാലിലും വരെ ചെളിയായി ഗൈസ്. അപ്പം കൊടയത്തൂർ വരുന്നവർ ഇവിടെയും വന്നിട്ട്, ഇത് ആനക്കയം പോകുന്ന വഴിയാണ് കേട്ടോ, ഇത് കൊടയത്തൂരല്ല. ഇതേ ഒരു ചേട്ടന് അവിടെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഓർത്തു പോയി നോക്കായിരിക്കും, ഇതുവഴി വഴിയുണ്ടെന്ന് ഓർത്ത് പോയതാണ്. പക്ഷേ വഴിയില്ല, കണക്ഷൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് മൊത്തം ചെളിയൊക്കെ പറ്റി. എന്നാലും നല്ല അടിപൊളി സ്ഥലമാണ്, ഒരു റിഗ്രറ്റും ഇല്ല ഇവിടെ ഇറങ്ങിയതിൽ. ശരിക്കും നമുക്ക് വൈകുന്നേരമൊക്കെ വന്നിരുന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കപ്പിൾസിനൊക്കെ വന്നിരുന്ന് വേണമെങ്കിൽ സംസാരിക്കാം, സിംഗിൾസിനോടല്ല. ഇവിടെ നമ്മൾ തിരിച്ച് വീണ്ടും വൈനക്കാവിലോട്ട് തന്നെ വന്നു കേട്ടോ. മഴയെല്ലാം കുറഞ്ഞ് വെയിലൊക്കെ തെളിഞ്ഞ് തുടങ്ങിയതുകൊണ്ട് നമ്മൾ വീണ്ടും വൈനക്കാവിലോട്ട് വന്നു. അപ്പോൾ ഇതേ കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. എന്ത് മനോഹരമാണല്ലേ കോട ഇറങ്ങുന്നത് കാണാനായിട്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കുടയത്തൂരിലെ എല്ലാ സ്ഥലങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല, കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇനിയും മനോഹരമായിട്ട്, ഇതിലും മനോഹരമായിട്ടുള്ള ഹിഡൻ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഹിഡൻ ആയിട്ട് ഇപ്പോൾ തൽക്കാലം നിൽക്കട്ടെ. പിന്നെ നോക്കിക്കേ, പശുവൊക്കെ ആഹാരം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് പശു ആഹാരം കഴിക്കുന്നതിന് ഇത്ര ഭംഗി തോന്നുന്നത്. അപ്പം പശു ആഹാരം കഴിക്കുമല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷാപ്പിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പം ഇപ്പം എന്താണെങ്കിലും ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഫ്രം വർഷ വിയോ.